ഹായ് ഡിയർ പാരൻസ്, ഈ വർഷം 2027 നമ്മുടെ JEE എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുടെ പാരൻസിനോടാണ് സംസാരിക്കാനുള്ളത്. ആസ് യു നോ, നമുക്ക് ഇനി ഒരു 5 മാസങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ ഫസ്റ്റ് ഫേസ് ഓഫ് JEE മെയിൻ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പോവാണ്. സ്ലോലി നമ്മുടെ കുട്ടികളുടെ ചെറിയൊരു ഡിസ്റ്റർബൻസും എല്ലാം പഠിച്ച് തീരുന്നില്ലേ, ബാക്ക്ലോഗ്സ് കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ ടെൻഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ ആസ് പാരൻസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി നമ്മൾ കുട്ടികളെ നന്നായിട്ട് മാനേജ് ചെയ്യുക, ഈ കാലയളവിൽ നന്നായി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ടുന്നത്, നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് പറയുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് അറിയാതെ ഒരു ബേർഡൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ രീതിയിലായിരിക്കണം ഒരു പാരന്റ് ഒരു JEE ആസ്പിരന്റിനെ എങ്ങനെയൊക്കെ ആയിരിക്കണം മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഏറ്റവും ആദ്യം നമ്മുടെ കുട്ടി വളരെ റിലാക്സ്ഡ് ആയിട്ടല്ലേ ഈ പ്രിപ്പറേഷൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ റൂട്ടീൻ കറക്റ്റ് അല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം. റെഗുലർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് സൈക്കിൾ ഓക്കെ അല്ലേ, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് കറക്റ്റ് അല്ലേ, അവർ വെള്ളം കുടിക്കുന്നത് ഓക്കെ അല്ലേ, ഇതൊക്കെയാണ് ഏറ്റവും പ്രിലിമിനറി ആയിട്ട് ഒരു പാരന്റ് എന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം. വൺസ് അവർക്കൊരു ഡിസിപ്ലിൻഡ് ആയിരിക്കുന്ന റൂട്ടീൻ ഉണ്ടെങ്കിൽ, അവരുടെ നേച്ചർ അനുസരിച്ച് ഒരു ടൈം ടേബിളിലൂടെ ആ കുട്ടിക്ക് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിർബന്ധമായിട്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് റെഗുലർ ആയിട്ട് വീടുകളിലൊക്കെ മീറ്റിംഗ്സുകൾ ഉണ്ടെങ്കിൽ, ഒരു ലാർജ് മീറ്റിംഗ്സ് അങ്ങനെയുള്ള വലിയ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടക്കുന്ന സാധ്യത വീടുകളിൽ ഒഴിവാക്കുക. ലൗഡ് നോയ്സ് വരുന്ന ഒരു ആംബിയൻസ് കുട്ടിക്ക് കൊടുക്കാതിരിക്കുക. കാരണം കാമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലാണ് കുട്ടിക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറ്റുക. ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് കുട്ടിയെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു പാരന്റിന്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് വീട് എപ്പോഴും കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ റെഗുലർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ അവർക്ക് ബേൺ ഔട്ട്സ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുത്. മേക്ക് ഷുവർ യുവർ കിഡ് ഈസ് ഓക്കെ. എപ്പോഴും അവർ പഠിക്കുന്ന ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, പുതിയതായിട്ടുള്ള ചാപ്റ്ററുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ടോപ്പിക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എല്ലാം മനസ്സിലാവുന്നില്ലേ എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിരിക്കും. ഞാനിന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്നൊക്കെ പറയാം. ആൻഡ് ഓൾവേസ് എൻകറേജ് ദം. നമുക്ക് ഒരുപക്ഷെ കുറേ ബേസിക്സിലൊക്കെ കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. സ്ലോലി അവരിപ്പോൾ പഠിച്ച് മുന്നോട്ടേക്ക് വരികയായിരിക്കും. സോ ഓൾവേസ് എൻകറേജ്. അത് മറ്റൊരു കുട്ടിയെ കമ്പയർ ചെയ്തുകൊണ്ടാവരുത്. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടിയുടെ ഓരോ പൊസിഷൻസ് വൈസ് ആയിട്ട് അതിനെ എൻകറേജ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ എക്സാമിനേഷൻസ് നടക്കുന്ന സമയത്ത് മാർക്സ് പാരൻസിന് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാർക്സിൽ ഓരോ മാർക്ക് എടുത്തുകൊണ്ട് നിന്റെ ഈ മാർക്ക് ഇവിടെ കൂടി ഇവിടെ കുറഞ്ഞു എന്നൊരു മാർക്കിന്റെ ക്രിറ്റിസിസം നമ്മൾ ഒഴിവാക്കുന്നത് വളരെ മികച്ച ഒരു കാര്യമായിരിക്കും. ബിക്കോസ് കുട്ടികളെ സംബന്ധിച്ച് അവർ എഫേർട്സ് ഇടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനം. സോ നമ്മളെപ്പോഴും അവരുടെ എഫേർട്സിനെ വേണം പ്രൈസ് ചെയ്യാൻ. മാക്സിമം പ്രോത്സാഹനം. നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടല്ലോ, കീപ്പ് ഓൺ ഗോയിങ്, ഇങ്ങനെ തന്നെ പഠിക്കുക, ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക, മിസ്റ്റേക്കുകൾ തിരുത്തുക എന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ കുട്ടികൾക്കും അത് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പൊ മാർക്സ് കൂടുക കുറയുക എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഒരു എൻട്രൻസ് ജേർണിയെ സംബന്ധിച്ച് ചിലപ്പോൾ മാർക്ക് കൂടും, ചില കേസസിൽ മാർക്ക് കുറയും. അപ്പൊ ഈ മാർക്ക് കുറയുന്ന സമയത്ത് പാരൻസ് എന്ന രീതിയിൽ നമുക്കൊരു പക്ഷേ നമ്മൾ പാനിക് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരിക്കലും നമ്മുടെ ടെൻഷനോ നമ്മുടെ ആങ്സൈറ്റിയോ കുട്ടികളിലേക്ക് ഡെലിവറി ചെയ്യരുത്. അപ്പൊ റെഗുലർ ആയിട്ട് കുട്ടികൾ പഠിക്കുന്നതിൽ നിന്ന് ഉള്ള ഒരു ടോക്ക് നമുക്ക് നിർബന്ധമാണ്. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതും, എക്സാമിനേഷൻസിന്റെ പെർഫോമൻസിൽ തന്നെ എഫേർട്സ് നല്ലതായിരുന്നു, അടുത്ത എക്സാമിന് ഇതേപോലെ എഫേർട്സ് ഇടണം എന്നുള്ളതും, മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കണം എന്നുള്ള രീതിയിലുള്ള ടോക്സ് എപ്പോഴും നല്ലതാണ്. ഇനി കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു JEE പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് അല്ലേ, JEE പറ്റി മാത്രം സംസാരിക്കരുത്, അല്ലെങ്കിൽ പ്രിപ്പറേഷനെ പറ്റി മാത്രം സംസാരിക്കരുത്. അവർ മറ്റു കാര്യങ്ങളും കൂടി കേൾക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ നമ്മളൊരു ഡിന്നറൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും അത് കുട്ടിയെ വിമർശിക്കാനുള്ള ഒരു ടേബിൾ ഗ്യാതറിംഗ് ആയിട്ട് അതിനെ മാറ്റരുത്. ടോക്ക് അബൌട്ട് സംതിങ് എൽസ്. മറ്റു കാര്യങ്ങളെ പറ്റി, കുട്ടിയെ റിലാക്സ് ചെയ്യുന്ന, നമ്മുടെ ഈ പ്രിപ്പറേഷനിൽ നിന്ന് മാറി നിൽക്കുന്ന നല്ല കോമൺ ടോപ്പിക്കുകളെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതൊക്കെ നമ്മുടെ പാരൻസ് ഈ ജേർണിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരു പാരന്റൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും സോഷ്യൽ സർക്കിളിന്റെ ഭാഗമാവുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് ആൾക്കാർ ചോദിക്കും. എസ്പെഷ്യലി നമ്മുടെ കുട്ടി ഒരു റിപ്പീറ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്തരം എൻട്രൻസ് പ്രിപ്പറേഷൻസിന് മാറ്റി വെക്കുമ്പോൾ ചുറ്റുമുള്ളവരും റിലേറ്റീവ്സ് ഒക്കെ നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി എങ്ങനെയുണ്ട്, പ്രിപ്പറേഷൻസ് ഇപ്രാവശ്യം കിട്ടുമോ, ഇപ്രാവശ്യം അവിടെ എത്തൂലേ, ഇവിടെ തന്നെ അഡ്മിഷൻ എടുക്കൂലേ എന്നുള്ള കണ്ടിന്യൂസ് ചോദ്യങ്ങൾ പാരൻസ് നേരിടും. ഇത് പാരൻസിന് ചിലപ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാക്കും. ഞാൻ ഇത്രയും
അത്രയും നമ്മൾ സമയവും ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട് ഇത്തവണ നടക്കില്ല എന്നൊക്കെയുള്ള ടെൻഷൻസ് പാരൻസിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളും അത് ബോധപൂർവം അത്തരം ടോക്കിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും നമ്മളിലേക്ക് ഇങ്ങനെ പെനിട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് പാരൻസ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഒരിക്കലും അതിനെ പാരൻസ് തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. കാരണം അങ്ങനെ വന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വീട്ടിൽ തന്നെ കുട്ടിയിലേക്ക് ആ പ്രഷർ ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതയുണ്ട്. സോ പാരന്റ് എപ്പോഴും അത്തരം കാര്യങ്ങളെ വളരെ ഒരു ഷീൽഡായിട്ട് ഒരു എന്താ പറയുക ഒരു തടസ്സമായിട്ട് തന്നെ ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഒരിക്കലും അത്തരം ചിന്തകൾ നമ്മുടെ വീടിന്റെ അകത്തേക്ക് വരുന്നതിൽ നിന്ന് ഒഴിവാക്കുക. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലർക്കും JEE എൻട്രൻസ് എക്സാമിനേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മളിൽ പലർക്കും എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ ഒരു ഇന്റൻസിറ്റി അതിന്റെ വ്യാപ്തി എത്രയാണെന്ന് അറിയണമെന്ന് നിർബന്ധമില്ല. സോ അത്തരം എക്സാമിനേഷൻസിനെ പറ്റി മനസ്സിലാക്കാൻ പാരൻസ് എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി ഈ കോഴ്സ് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്ന കറക്റ്റ് ഗൈഡൻസ് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ അവരെ നമുക്ക് ആ പഠനത്തിലേക്ക് വളരെ ഫ്രീ ആയിട്ട് കൊടുക്കാം. പാരന്റ് എന്ന രീതിയിൽ അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയറും നമ്മൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വളരെ സേഫ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാരൻസിന് സാധിക്കണം. കാരണം ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ജേർണി എന്നുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ചുള്ളൊരു ജേർണിയാണ്. കുട്ടി മാത്രം ഒരു വർഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ല. കുട്ടി വളരെ ആക്റ്റീവായിട്ട് ഇതിലൊരു പാർട്ടിസിപ്പേഷൻ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സൈലന്റ് ആയിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മറ്റൊരു വിഭാഗം പാരൻസ് തന്നെയാണ്. നമ്മൾ ഒരുമിച്ചാണ് ഈ ജേർണിയിലേക്ക് പോകുന്നത്. ആ ജേർണിയിൽ നമുക്ക് നമ്മുടെ കടമകൾ കൃത്യമായി നിർവഹിക്കാം. താങ്ക് യു.